ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുശ്രിക്കുകൾ, അതേപോലെ കുഫാർ, അവർ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഖുർആനിൽ നമ്മൾ പലതവണ വായിക്കണ ആയത്താണിത്. വയഖൂലൂൻ, അവർ ചോദിക്കും, മതാ ഹാദൽ വഅദ്, എന്നാണ് ഈ വഅദ് എന്ന്. വഅദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? വഅദ് പറഞ്ഞാൽ വാഗ്ദാനം. വാഗ്ദാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം പരലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്തെക്കുറിച്ചാണല്ലോ അവർക്ക് വാഗ്ദാനം നൽകുന്നത്, പരലോകം ഉണ്ട് എന്നുള്ള വിഷയം. അപ്പോൾ പരലോക നിഷേധികളായ അവർ മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ പരലോകം, ഈ വാഗ്ദാനം എന്നവർ ചോദിക്കും. ഇൻ കുൻതും സാദിഖീൻ, വിശ്വാസികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വിശ്വാസികളോടും എപ്പോഴാണ് ഈ വഅദ് എപ്പോ, പരലോകം എപ്പോ എന്നവർ ചോദിക്കും. അത് അവരുടെ പരിഹാസത്തിൻ്റെ ചോദ്യമാണ്. യസ്അലൂനക അനി സ്സാഅത്തി അയ്യാന മുർസാഹ എന്നല്ലേ. അതേപോലെ തന്നെ പിന്നെ മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ. ഫത്ഹ്, അത് ഫത്ഹ് എന്ന് പറയുന്നതൊക്കെ പരലോകത്തിന് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഡേറ്റ് അല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന ദിവസമാണ് പരലോകം എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഖുൽ ലകും മീആദു യൗമിൻ ലാ തസ്തഖിറൂന അൻഹു സഅതൻ വലാ തസ്തഖ്ദിമൂൻ. അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുന്നത്. ഖുൽ, മറുപടി നൽകുക, പറയുക. എപ്പോഴാണ് വഅദ്, വാഗ്ദാനം, പരലോകം എന്ന് ചോദിക്കുമ്പോൾ ഖുൽ, പറയുക, ലക്കും, നിങ്ങൾക്കുണ്ട്, മീആദു യൗമിൻ, ഒരു ദിവസത്തിൻ്റെ മീആദ്, ഒരു ദിവസത്തിൻ്റെ മീആദ്. ലാ തസ്തഖിറൂന അൻഹു സഅതൻ, ലാ തസ്തഖിറൂൻ, നിങ്ങൾ പിന്തിപ്പിക്കുകയില്ല, അൻഹു, ആ മീആദിനെ തൊട്ട്, സഅതൻ, സഅതൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം പോലും, അല്പം പോലും എന്നർത്ഥത്തിൽ, സഅതൻ. വലാ തസ്തഖ്ദിമൂൻ, വലാ തസ്തഖ്ദിമൂൻ, നിങ്ങൾ മുന്തിപ്പിക്കുകയും ഇല്ല, നിങ്ങൾ മുന്തിപ്പിക്കുകയും ഇല്ല. അവിടെ ലക്കും മീആദ് യൗമിൻ, ഒരു ദിവസത്തിൻ്റെ മീആദ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മീആദ് എന്നാണ് പ്രയോഗിച്ചത്. മീആദ് എന്ന് പറയുമ്പോൾ ഇത് മസ്ദർ മീമി, വഅദ് എന്ന അർത്ഥത്തിലാകാം. മീആദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം എന്ന അർത്ഥത്തിലാകാം. അല്ലെങ്കിൽ ഇത് ഇസ്മു മക്കാൻ, വാഗ്ദാന സ്ഥലം, അല്ലെങ്കിൽ സമാൻ, ഇസ്മു സമാൻ, വാഗ്ദാന സമയം. അതാണ് ഈ മീആദ് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ. ലക്കും, അപ്പോൾ അവർ ചോദിച്ചതെന്താണ്? മതാ ഹാദൽ വഅദു, ഈ വഅദ് എന്നാണെന്നാണ് ചോദിച്ചത്. ഈ വാഗ്ദാനം എന്നാണ് പരലോകത്തെ ഉദ്ദേശിച്ച്. അപ്പോൾ പറയാണ് ലക്കും മീആദ്, നിങ്ങൾക്ക് മീആദ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മീആദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഗ്ദാനമുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാന സമയമുണ്ട്. മീആദ് യൗമിൻ, ഒരു ദിവസത്തിൻ്റെ മീആദ്, വാഗ്ദാന സ്ഥലം, അല്ലെങ്കിൽ വാഗ്ദാനം, അല്ലെങ്കിൽ വാഗ്ദാന സമയം. അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണിത്. അപ്പോൾ മീആദ് എന്ന് പ്രയോഗിക്കുമ്പോൾ അത് ഇസ്മു മക്കാനാകാം, ഇസ്മു സമാനാകാം, അല്ലെങ്കിൽ മസ്ദർ മീമി എന്ന് പറയും, ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ, വഅദ് എന്ന അർത്ഥത്തിലാകാം. വിപുലമായ ആശയത്തെയാണ് കൊണ്ടുവരുന്നത്. അവർ മതാ ഹാദൽ വഅദു എന്ന് പറഞ്ഞപ്പോൾ ലക്കും മീആദ് യൗമിൻ, ഒരു ദിവസത്തിൻ്റെ മീആദ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ദിവസത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുണ്ട്. ആ ദിവസം ആ വാഗ്ദാനം, ഒരു വാഗ്ദാനം ചെയ്ത സ്ഥലമുണ്ട്, ഒരു വാഗ്ദാനം ചെയ്ത സമയമുണ്ട്. ലാ തസ്തഖിറൂന അൻഹു, ഉണ്ടാ, ലാ തസ്തഖിറൂന, ആ വാഗ്ദാന സ്ഥലം, അല്ലെങ്കിൽ ആ വാഗ്ദാന സമയം, അല്ലെങ്കിൽ ആ വാഗ്ദാനം, അതിനെ തൊട്ട് നിങ്ങൾ പിന്തിപ്പിക്കുകയില്ല. സാഅതൻ, സാഅതൻ എന്ന് പറഞ്ഞാൽ ഈ തൻവീൻ ഉണ്ടല്ലോ, തൻവീൻ, അത് തഖ്ലീൽ, കുറച്ച് എന്നാണ്. സാധാരണ കുറച്ച് സമയം പോലും പിന്തിപ്പിക്കില്ല എന്നുള്ളത്. ഈ കുറച്ച് എന്നുള്ളത് കൊണ്ടുവരുന്നത് ഈ തൻവീനാണ്. കുറച്ച് സമയം പോലും ഈ ഇതിനെ തൊട്ട് നിങ്ങൾ പിന്തിപ്പിക്കുകയില്ല. നിങ്ങൾക്കൊന്ന് തൗബ ചെയ്യാൻ, നിങ്ങൾക്കൊന്ന് പിന്നെ മനസ്താപം വരാൻ നിങ്ങളൊരിക്കലും പിന്തിപ്പിക്കുകയില്ല എന്ന്. വലാ തസ്തഖ്ദിമൂൻ, നിങ്ങൾ മുന്തിപ്പിക്കുകയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തിപ്പിക്കുകയില്ല. വലാ തസ്തഖ്ദിമൂൻ, നിങ്ങൾ മുന്തിപ്പിക്കുകയുമില്ല. ഈ സീനും താവും ഒക്കെ ഇതിൽ ഉറപ്പായിട്ടും എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് കേട്ടോ.
നിങ്ങൾ മുന്തിപ്പിക്കുകയുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഉണ്ടല്ലോ, അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഭവിക്കും. അത് മുന്തുകയോ പിന്തുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ മിആദിയവും ഏതാണ്? ഏതാ ഈ മിആദിയവും? ലക്കും മിആദിയവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോകമാണ് അതുകൊണ്ട് ഉദ്ദേശം അല്ലേ? ഒരാൾ പറയണത് അത് മരണസമയമാണെന്ന് പറയുകയാണെങ്കിലോ, മരണസമയമാണെന്ന് അറിയണമെങ്കിൽ അത് കൃത്യമാണ്. ആ മരണസമയം അത് വന്നിട്ടുണ്ടെങ്കിൽ ലാ തസ്തഖ്ദിമൂന അൻഹു സഅതൻ, റബ്ബി ഇർജിഊൻ എന്ന് പറയും. റബ്ബി ഇർജിഊൻ കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, മടക്കൂല എന്നുള്ളതല്ലേ മരണസമയം ഉദ്ദേശമാണ് മിആദിയവും. ചിലർ പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശം ബദർ യുദ്ധമാണ്. കാരണം ഈ പരിഹാസികളൊക്കെ ഉണ്ടല്ലോ, ഈ പരിഹാസികളൊക്കെ മക്കയിലെ മുശ്രിക്കുകളാണ്, കുഫാറു മക്കയാണ്, സൂറത്തു മക്കിയത്താണല്ലോ, സഭ അല്ലേ. അപ്പോൾ ബദർ യുദ്ധമാണ്. ലക്കും മിആദിയവും, നിങ്ങൾക്കൊരു ദിവസത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെന്നുണ്ടെങ്കിൽ യൗമു ബദർ ദിവസം. ഈ പരിഹസിച്ച് ചോദിച്ചവർ മത്ത ഹാദൽ വായദ് എന്ന് ചോദിച്ചവരൊക്കെ ബദറിൽ തീർന്നവരാണ്. ആ വിഷയം. ഇനി അടുത്തത് وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين وقال الذين كفروا അവിശ്വസിച്ചവർ പറഞ്ഞു. وقال الذين كفروا അവിശ്വസിച്ചവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ച് അംഗീകരിക്കുകയില്ല, സത്യപ്പെടുത്തി അംഗീകരിക്കുകയില്ല. ലൻ നുഅ്മിന, അവിടെ ലൻ പ്രയോഗിച്ചു. അവർ അർത്ഥം മുറിച്ച് പറയുകയാണ്. ലൻ, ഒരിക്കലും, എന്നേക്കും ഫ്യൂച്ചറിൽ നിരാകരിക്കാനാണ് ലൻ പ്രയോഗിക്കുക. ലമ്മും ലമ്മയും ഒക്കെ പ്രയോഗിക്കുന്നതിന് പകരം ലന്ന് വരുമ്പോൾ ഭാവിയിൽ ഒരിക്കലും ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കുകയില്ല. ലൻ നുഅ്മിന, നുഅ്മിന ബി വരുമ്പോൾ അതാണ്, ആമന ബി വരുമ്പോൾ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക, അംഗീകരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉദ്ദേശമാണ്. ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കുകയില്ല. ആരെ? ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനെ. ഇതാണ് അവർ പറഞ്ഞത്. വലാ ബില്ലദീ ബൈന യദൈഹി, വലാ ബില്ലദീ ബൈന യദൈഹി, അതിന് മുമ്പുള്ളതിനെയും, വലാ ബില്ലദി, യാതൊന്നിനെയും ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കുകയില്ല. വലാ ബില്ലദി, ആ ബില്ലദി അതിൻ്റെ പ്രത്യേകത എന്താ? ബൈന യദൈഹി, അത് ബൈന യദൈൽ ഖുർആൻ, ഖുർആന് മുമ്പുള്ളതാണ്. ഖുർആന് മുമ്പുള്ളതാണ്. ഖുർആന് മുമ്പുള്ളത് എന്താ? തൗറാത്ത്, ഇഞ്ചീൽ പോലുള്ള വേദങ്ങൾ. ഈ ആയത്ത് മനസ്സിലാക്കാൻ അതിൻ്റെ അവതരണ പശ്ചാത്തലം പ്രത്യേകം പ്രസ്താവിയാണ്. എന്താ വിഷയം? മക്കത്തെ മുശ്രിക്കുകൾ അന്നത്തെ യഹൂദ നസാറാക്കളോട് ചെന്നിട്ട്, പ്രത്യേകിച്ച് ജൂതന്മാരോട് ചെന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചോദിച്ച്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം ആർക്ക് എവിടെ ഉണ്ട്? തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ട് എന്നുള്ളത് അറിയാലോ. അപ്പോൾ വേദക്കാരോട് ഇവർ ചോദിച്ചത് ഈ വാദം പൊളിക്കാനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം വേദങ്ങളിലുണ്ട് എന്നുള്ളത് യഹൂദരും നസാറാക്കളും തള്ളിയിട്ടുണ്ടെങ്കിൽ എന്തായി പൊളിഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. മക്കക്കാർ ചെന്നിട്ട് വേദക്കാരോട് ചോദിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് തൗറാത്തിൽ ഇഞ്ചീൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിശേഷണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദക്കാർ പറഞ്ഞ് ഉണ്ട്, മുഹമ്മദ് പ്രവാചകൻ്റെ വിശേഷണങ്ങൾ വേദങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് ഇവർ പറയാണ് ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിലും ഞങ്ങൾ വിശ്വസിക്കൂല. വലാ ബില്ലദീ ബൈന യദൈഹി, ഇതിനു മുമ്പുള്ള വേദങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് ലൻ. അതങ്ങനെ അവർ പറയാൻ കാരണം അവർ വലിയ പ്രതീക്ഷയിലാണ് ചെന്നത്. പക്ഷേ മുഖത്തടിയിട്ടിയ മാതിരി എന്ത് ചെയ്തു? അവർക്ക് മടങ്ങേണ്ടി വന്നു. തൗറാത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം ഉള്ളത്? യാ അയ്യുർ റസൂൽ ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. റസൂലിനെ അള്ളാഹു അയച്ചത് സാക്ഷിയായി, സുവിശേഷവാഹകനായി, മുന്നറിയിപ്പുകാരനായി അയച്ചു എന്നാണല്ലോ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്ത് ഓതിയിട്ട് തന്നെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൗറാത്തിലുള്ള വർണ്ണനയും ഇങ്ങനെയാണ്. ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറ വഹിർസൻ ലിൽ ഉമ്മിയീൻ. വഹിർസൻ ലിൽ ഉമ്മിയീൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷകനായിട്ടാണ് ആര് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത്
അൻത അബ്ദി വ റസൂലി, അൻത അബ്ദി വ റസൂലി അള്ളാഹു പറയാണ്. തൗറാത്തിൽ നബിയെ കുറിച്ചുള്ളതാണ്. അൻത അബ്ദി വ റസൂലി, നീ എൻ്റെ ദാസനാണ്, നീ എൻ്റെ ദൂതനാണ്. പിന്നെ സമ്മൈതുകൽ മുതവക്കിൽ, ഞാൻ നിനക്ക് മുതവക്കിൽ എന്ന് പേരിട്ടിരിക്കുന്നു, ബരമേൽപ്പിക്കുന്നവൻ എന്ന് ഞാൻ നിനക്ക് പേരിട്ടിരിക്കുന്നു. സമ്മൈതുകൽ മുതവക്കിൽ ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കഠിന ഭാഷിയല്ല, പരുഷ ഹൃദയനല്ല. അതേപോലെ തന്നെ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ ബഹളമുണ്ടാക്കുന്നവനല്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വിശേഷണമാണ്, തൗറാത്തിലുള്ള വിശേഷണമാണ്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്നും പിന്നെ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പലതും വേദത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ മക്കത്ത് പ്രചരിക്കപ്പെട്ടപ്പോഴാണ് മക്കാർ എന്ത് ചെയ്യണത്, വേദക്കാരോട് ചെന്ന് ചോദിക്കണത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അവരങ്ങനെ ഉണ്ട്. അപ്പോൾ അവർ മുശ്രിക്കുകളാണ്. വേദത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിഷേധിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ വലാ ബില്ലദീ ബൈന യദൈ എന്ന് അവരെന്ത് ചെയ്തു, പ്രഖ്യാപിക്കേണ്ടായി. വലൗ തറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വേണ്ട ഇവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൂട്ടാക്കിയില്ല. പക്ഷേ എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ വേറെ വഴിക്ക് പോയിട്ട് അവർ അന്വേഷിച്ച്, എന്നിട്ട് അവർക്ക് സത്യം വന്നെത്തി, അവർക്ക് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, അവരതും കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ തറ ഇദി ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം, വലൗ തറ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ആരെ കണ്ടിരുന്നുവെങ്കിൽ, ഇദി ളാലിമൂൻ ഈ അക്രമികൾ മൗഖൂഫൂന ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ നിർത്തപ്പെടുന്ന, തടഞ്ഞു നിർത്തപ്പെടുന്ന സമയം. ഇത് എന്ന് പറഞ്ഞാൽ സമയം, ഹീന. വലൗ തറ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഇദി ളാലിമൂന മൗഖൂഫൂൻ ഈ അക്രമികൾ അവർ തടഞ്ഞു വെക്കപ്പെടുന്ന സമയം. എവിടെ? ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ. പരലോക കോടതിയിൽ, വിചാരണയുടെ വേദിയിൽ ഈ ധാർഷ്ട്യന്മാരായ ഈ അക്രമികൾ മൗഖൂഫൂൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർ കടന്നു പോകില്ല, പിന്നെ അവിടെ നിർത്തപ്പെടും, അവർ ബന്ധിതരാകും റബ്ബിന് മുമ്പിൽ. ആ സമയം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. ളാലിമൂൻ എന്നാണ് ഇവരെ കുറിച്ച് പറഞ്ഞത്. ചില തഫ്സീറുകളിൽ കാണാം ഈ ദുൽമ എന്താ ദുൽമ് അക്രമമാണ്. പക്ഷേ അക്രമം എന്ന് പറഞ്ഞത് ക്രമമില്ലായ്മയാണല്ലോ, അല്ലേ? അതല്ല അക്രമം. ഇവർ പിന്നെ എന്ത് ചെയ്തു, ക്രമം തെറ്റിച്ചു, അതാണ് പ്രശ്നം. ഇഖ്റാറിൻ്റെ സന്ദർഭത്തിൽ അവർ ഇൻകാർ, അതാണ് അവരുടെ ക്രമം തെറ്റിക്കൽ. ഇൻകാർ നിരാകരിക്കലാണ്, ഇഖ്റാർ സമ്മതിക്കലാണ്. ഇവർ വേദക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ത് ചെയ്തിരുന്നു, അവർ സമ്മതിക്കേണ്ടിയിരുന്നു. കാരണം അവർക്ക് എന്താണ്, മുസ്ലിമീങ്ങളല്ല, പിന്നെ മുസ്ലിമീങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതോടുകൂടി അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു, അവരന്വേഷിച്ചത് കിട്ടിയപ്പോൾ അവർ ഇഖ്റാർ സമ്മതിക്കേണ്ടിയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, ഇൻകാർ ചെയ്തു. അപ്പോൾ ഇഖ്റാറിൻ്റെ സ്ഥാനത്ത് ഇൻകാർ ആകുമ്പോൾ അതെന്താണ്, ക്രമത്തെറ്റിക്കലല്ലേ. അതുകൊണ്ടാണ് ആ പണി ചെയ്ത് പറയുന്ന അർത്ഥത്തിലാണ് ഇത് ളാലിമൂൻ ഈ അക്രമികൾ എന്ന് ഇവിടെ പറഞ്ഞത്. ഇത് പറഞ്ഞത് മനസ്സിലാണ്ട. വലൗ തറ ഇദി ളാലിമൂന മൗഖൂഫൂൻ, അക്രമികൾ അള്ളാഹിൻ്റെ മുമ്പിൽ ബന്ധിക്കപ്പെടും, അള്ളാഹുവിൻ്റെ മുമ്പിൽ തടയപ്പെടും, കടന്നു പോകാൻ സമ്മതിക്കൂല, അവർ പിടിച്ചു നിർത്തപ്പെടും, എന്നിട്ട് അവർക്ക് വിചാരണ ഉണ്ടാവും. ഇദി ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ. യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ, ഇതൊരു പ്രയോഗമാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ ഇവർ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവർ തടഞ്ഞു വെക്കപ്പെട്ടവരുണ്ടല്ലോ, ഈ അദ്ദാലിമൂന മൗഖൂഫൂൻ, അവർ യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ എന്നുണ്ടെങ്കിൽ അവർ അവിടെ വെച്ച് വാഗ്വാദം നടത്തും. അതാണ്, അവിടെ വെച്ചിട്ട് അവർ തമ്മിൽ തല്ലും, വാക്കുപോര് നടത്തും. അതാണ് യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ. അവരിൽ ചിലരിലേക്ക് വാക്ക് മടക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിലരിലേക്ക് വാക്ക് മടക്കാറുണ്ടെങ്കിൽ അവർ തൊള്ളത്തല്ലല്ലേ അന്യോന്യം. അതാണ്, അവർ അന്യോന്യം തൊള്ളത്തല്ല് നടത്തുക, അതാണ് അതിൻ്റെ ഭാഷ അർത്ഥം. വാഗ്വാദം നടത്തുക, സംവാദം നടത്തുക. അതെന്താ, പോയോല് യഹൂദരോട് ചോദിക്കാൻ വേണ്ടി പോയോല് പറയും, പോയോലോട് പോയോലോട് പറയും, ആദ്യം പറഞ്ഞെങ്കിൽ നിങ്ങളോട് പോകണ്ടെന്ന്, അല്ലേ? പിന്നെ പോയി കേട്ടു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വേദത്തിലുണ്ട് എന്നുള്ളത് കേട്ടു. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞ് നമുക്ക് സമ്മതിക്കാം, വേറെ വിഭാഗം പറഞ്ഞില്ല സമ്മതിക്കണ പ്രശ്നമല്ല, അല്ലേ? ഇങ്ങനെ അവർ ഈ ദുനിയാവിൽ തന്നെ ഉണ്ടല്ലോ, ഇതേ തല്ല്
ഇതേ തല്ല് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പരലോക കോടതിയിൽ അവർ നടത്തും എന്നുള്ളതാണ്. ഇതാണ് യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യഖൂലു الذين استضعفوا للذين استكبروا ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. ഞാൻ ഇതുണ്ടല്ലോ, അത് എൻ്റെ ഒരു വിശദീകരണം ഇനി വരികയാണ്. യഖൂലു الذين استضعفوا, എന്താ ഇസ്തുദ്ഇഫു? ഇസ്തുദ്ഇഫു എന്നുള്ളത് ദഅഫയിൽ നിന്നാണ്. ദഅഫ എന്ന് പറഞ്ഞാൽ എന്താ? ദഅഫ ദുർബലമായി അല്ലേ? ദഅഫ ദുർബലമായി. ഉസ്തുദ്ഇഫു എന്ന് പറഞ്ഞെങ്കിലാണ് ദുർബലമായി ഗണിക്കപ്പെട്ടവർ, ദുർബലമാക്കപ്പെട്ടവർ, അശക്തർ ആയി ഗണിക്കപ്പെട്ടവർ, ദുർബലരായി ഗണിക്കപ്പെട്ടവർ. യഖൂലു الذين استضعفوا, ദുർബലരായി ഗണിക്കപ്പെട്ടവർ പറയും. ലില്ലദീന ഇസ്തക്ബറു, ലില്ലദീന ഇസ്തക്ബറു, ഇസ്തക്ബറു എന്ന് പറഞ്ഞാൽ ഇസ്തക്ബറ കിബ്റിൽ നിന്നാണ്. കിബ്ർ എന്താ? അഹങ്കാരം. ഇസ്തക്ബറു അവർ അഹങ്കരിച്ചു. ലില്ലദീന ഇസ്തക്ബറു അഹങ്കരിച്ചവരോട്. അപ്പോൾ യഖൂലു الذين استضعفوا, ദുർബലരായി ഗണിക്കപ്പെട്ടവർ പറയും. ലില്ലദീന ഇസ്തക്ബറു അഹങ്കരിച്ചവരോട് പറയും. ശരിക്ക് ദഅഫ എന്നുള്ളതിൻ്റെ വിപരീത പദം എന്താ? ദഅഫ എന്ന് പറഞ്ഞാൽ ദുർബലമായി. അതിൻ്റെ വിപരീത പദം എന്താ? കവിയാണ് അല്ലേ? കവിയ, ശക്തമായി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കവിയല്ല ഇവിടെ പ്രയോഗിച്ചത്. പിന്നെ കാരണം എല്ലാ കവിയും എന്തല്ല? കിബ്റുള്ളവനല്ല. എല്ലാ കവിയും കിബ്റുള്ളവനല്ല. ലില്ലദീന ഇസ്തക്ബറു അഹങ്കരിച്ചിരുന്നവരോട് പറയും. ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ, ലൗലാ അൻതും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ലകുന്നാ മുഅ്മിനീൻ ഞങ്ങൾ മുഅ്മിനീങ്ങളാകുമായിരുന്നു, ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നു. ലകുന്ന ഞങ്ങളാവുക തന്നെ ചെയ്യുമായിരുന്നു. മുഅ്മിനീൻ വിശ്വാസികൾ. യഖൂലു الذين استضعفوا للذين استكبروا ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാവുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് അവർ പറയും. എവിടെ? ഈ അക്രമികളെല്ലാവരും റബ്ബിൻ്റെ കോടതിയിൽ നിർത്തപ്പെട്ടാൽ അവർ യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ, അന്യോന്യം വാക്കുപായിട്ട് നടത്തും, തർക്കിക്കും. അപ്പോഴാണ് ദുർബലരായി ഗണിക്കപ്പെട്ടവർ ലദീന ഇസ്തക്ബറു. ലദീന ഇസ്തക്ബറു ആരാ? ലദീന ഇസ്തക്ബറു എന്ന് പറയുന്നത് അത് അവരുടെ വിശേഷണമാണല്ലോ. അതാരാ? നേതാക്കന്മാർ. അവരാണ് നേതാക്കന്മാർ. അവരാണ് സമൂഹത്തിൽ അനുകരണീയർ, നേതാക്കന്മാർ. അവർക്കായിരുന്നു പദവികൾ. അല്ലാഹു കാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. മക്ക മുശ്രിക്കുകളെ കൊണ്ട് വിഷയത്തിലാണ് ഇതൊക്കെ. ഞാൻ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ ഈ യഖൂലു الذين استضعفوا للذين استكبروا لولا أنتم لكنا മുഅ്മിനീൻ എന്നുള്ളത് അത് പിന്നെ എന്തായാലും പറയാം, അൽ ഇബ്രത്തു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ് എന്നാണ്. അതായത് ഏതൊരു അവതരണ പശ്ചാത്തലത്തിലാണ് ആയത്തിറങ്ങിയത് അതിനല്ല പരിഗണന. പിന്നെയോ ഈ ആയത്തിൻ്റെ തേട്ടം ഇവിടേക്കൊക്കെയാണ്, അതൊക്കെ പരിഗണനയാണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക അവതരണ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും ആയത്തിൻ്റെ വിധി മൊത്തത്തിലാണ്. പരലോക കോടതിയിൽ ദുർബലരായി ഗണിക്കപ്പെട്ടവർ അഹങ്കരിച്ച് നേതാക്കന്മാരായ ആളുകളോട് പറയും, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാകുമായിരുന്നു എന്ന്. അവരുടെ വിഷയത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഈ ആയത്ത് ഇറങ്ങിയ അവതരണ പശ്ചാത്തലം പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ തന്നെയാണ്. പക്ഷേ ഹുക്മ് ഇത് എല്ലാവരുടെയും വിഷയത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നമ തഅത്തു ഫിൽ മഅറൂഫ് അല്ലേ? ലാ തഅത ഇല്ലാ ഫിൽ മഅറൂഫ്, നന്മയുടെ വിഷയത്തിൽ മാത്രമേ അനുധാവനവും അനുസരണവും പാടുള്ളൂ എന്നാണ്. എവിടെ പറഞ്ഞത്? ഒരു ചരിത്ര സംഭവത്തോടനുബന്ധിച്ചല്ലേ. പിന്നെ അലി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സെരിയയെ വിട്ടു. സെരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘത്തെ വിട്ടു അല്ലേ. വ അമ്മറ അലൈഹിം റജുലൻ മിനൽ അൻസാർ, അതിൽ ഒരാളെ അൻസാരികളിൽ നിന്നുള്ള ഒരാളെ നേതാവുമാക്കി. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആ നേതാവ് എന്നാണ് അതിൻ്റെ ഷറഹിൽ കാണുന്നത്. ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ നേതാവാക്കിയിട്ട് ഒരു ടീമിനെ വിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവരെന്ത് ചെയ്ത് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹും അൻ യസ്മഊ ലഹു വ അൻ യുതീഊഹു, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ നിങ്ങൾ കേൾക്കണം, അനുസരിക്കണമെന്ന് ഈ കൂടെയുള്ളവരോട് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച്. അങ്ങനെ ഇവർ പോയി. ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം ഫ അഗ്ളബൂഹു ബിശൈഇൻ എന്നാണ്. ഈ പ്രജകളുണ്ടല്ലോ, അവർ അവരുടെ അമീറിനെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ എന്തോ ഒരു വിഷയത്തിൽ ദേഷ്യപ്പെടുത്തി, ഇവർ ഇടങ്ങേറാക്കി, ദേഷ്യപ്പെടുത്തി. അപ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ഈ അമീർ
അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ അനുസരിക്കണ്ടേ, റസൂലുള്ളാഹി അതിന് കൽപ്പിച്ചിട്ടില്ലേ? അവർ പറഞ്ഞതേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇതൻ ഇജ്മഊലി ഹതബൻ, വിറക് ശേഖരിക്കാൻ പറഞ്ഞു. അപ്പോൾ ജമഊ ലഹു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിറക് ശേഖരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഔഖിദു ലി നാറൻ, തീ കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഔഖദു ലഹു നാറൻ, അവർ തീയും കത്തിച്ച്. വിറക് ശേഖരിച്ച് തീ കത്തിയപ്പോൾ ഈ അമീർ പറഞ്ഞു ഉദ്ഖുലു ഫിഹ, അതിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു, തീയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അമീർ പറഞ്ഞു എന്നുള്ളതിലേക്ക് ഇവർ തീയിലേക്ക് അടുത്തിട്ട് നദന ബാധുവും ഇലാമാന്ന് ചിലർ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഫിറാറ മിനന്നാർ, നമ്മൾ റസൂലുള്ളാഹിനെ പിൻപറ്റിയത് എന്തിനാ? നാറിൽ നിന്ന് രക്ഷപ്പെടാനാണ്, തീയിൽ നിന്ന് രക്ഷപ്പെടാനാണ് റസൂലുള്ളാഹിനെ നമ്മൾ പിൻപറ്റിയത്. ഇപ്പം നമ്മൾ തീയിൽ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞില്ല, നമ്മൾ ഈ തീയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിച്ചിട്ട് പിന്നെ പ്രവേശിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ പ്രവേശിച്ചില്ല. എന്ത് ചെയ്ത് പിന്നെ അവർ പിന്നെ മദീനയിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ അമീർ പറഞ്ഞ് തീ കത്തിച്ച് ഞങ്ങൾ അതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ലൗ ദഖൽതും ഫീഹാ ലാസിൽതും ഫീഹാ ഇലാ യൗമിൽ ഖിയാമ എന്നാണ്. നിങ്ങളെങ്ങാണ്ട് ആ തീയിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ആ തീയിൽ നിങ്ങൾ അന്ത്യനാൾ വരേക്കും ഉണ്ടാകുമായിരുന്നു, കത്തുമായിരുന്നു എന്ന് പറഞ്ഞു. മജർനാമിനെന്ന കത്തുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നമ തഅതു ഫിൽ മഅറൂഫ്, എപ്പോഴും അനുസരണം ഏത് വിഷയത്തിലുള്ളൂ? നന്മയുടെ വിഷയത്തിൽ മാത്രം. തിന്മയുടെ വിഷയത്തിൽ ഒരിക്കലും അനുസരണമില്ല. ലാ തഅത ഇല്ലാ ഫിൽ മഅറൂഫ്, നന്മയുടെ വിഷയത്തിൽ മാത്രമേ അനുസരണമുള്ളൂ എന്ന് അവിടെ അസന്നിഗ്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ അതാണ് ഏത് ആളാണെങ്കിലും നമ്മൾ നന്മയുടെ വിഷയത്തിൽ മാത്രമാണ് പിൻപറ്റേണ്ടത്, അനുധാവനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടർച്ചയിൽ പറയാണ് ഖാല അല്ലദീന ഇസ്തക്ബറു ലില്ലദീന ഇസ്തുദ്ഇഫു അനഹ്നു സദദ്നാകും അനിൽ ഹുദ ബഅദ ഇദ് ജാഅകും ബൽ കുൻതും മുജ്രിമീൻ. ഖാല അല്ലദീന ഇസ്തക്ബറു, അഹങ്കരിച്ചിരുന്നവർ പറയും. ആരോട് പറയും? ലില്ലദീന ഇസ്തുദ്ഇഫു, ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്നവരോട് പറയും. എപ്പോഴും പിന്നെ നബിമാരുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ പ്രമാണിമാർ ഒരു ഭാഗത്തും പാമരന്മാരൊരു ഭാഗത്തുമാണ്. ഖാലൽ മലഉൽ ലദീന കഫറു. അതേപോലെ തന്നെ ഖാലൽ ലദീന ഇസ്തക്ബറു ലില്ലദീന ഇസ്തുദ്ഇഫു, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞുകൊടുത്ത്, ഷുഐബ് നബിൻ്റെ ചരിത്രം കൊടുത്ത് ഖാലൽ മലഉൽ ലദീന കഫറു, പ്രമാണിമാർ പറഞ്ഞു. പ്രമാണിമാരാണ് എപ്പോഴും പിന്നെ ഈ എതിർവശത്ത് ഉണ്ടാവൽ. ദുർബലർ എപ്പോഴും ഇപ്പുറത്താണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗ സമയത്തും അങ്ങനെ തന്നെ ദുർബലർ കൂടുതലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തായിരുന്നു. പ്രമുഖരുണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ ദുർബലരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്ലേഷിച്ചവർ, സ്വീകരിച്ചവർ. ഖാലൽ ലദീന ഇസ്തക്ബറു, അഹങ്കരിച്ചവർ പറയും ലില്ലദീന ഇസ്തുദ്ഇഫു അനഹ്നു സദദ്നാകും അനിൽ ഹുദ, അനഹ്നു ഞങ്ങളാണോ, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അനഹ്നു ഞങ്ങളാണോ, സദദ്നാകും നിങ്ങളെ തടഞ്ഞത്. സദദ്നാകും സദ്ദ, സദ്ദ എന്നുള്ളതാണ്. സദ്ദ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. സദദിന ഞങ്ങൾ തടഞ്ഞു, സദദിനാക്കും നിങ്ങളെ ഞങ്ങൾ തടഞ്ഞു. സദ്ദും സദ്ദും ഒക്കെ ഒരുപോലെ കേട്ടോ. സീന് സദ്, അതേപോലെ തന്നെ സദ്. സദ് എന്താ? തടയുക എന്നുള്ള അർത്ഥത്തിന് പറയും. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവിടെ സദ്ദ എന്നാണ്. അതേപോലെ തന്നെ സദ്ദ. അനഹ്നു സദദ്നാകും നിങ്ങളെ ഞങ്ങളാണോ തടഞ്ഞത്? അനിൽ ഹുദ, ഹുദ സന്മാർഗം, സത്യവിശ്വാസം. അതിനെ തൊട്ട് അൽ ഹുദ എന്നാണ് അവിടെ സത്യവിശ്വാസം, സന്മാർഗം. ബഅദ ഇദ് ജാഅകും, ബഅദ ഇദ് ജാഅകും ഈ സന്മാർഗം നിങ്ങൾക്ക് വന്നതിന് ശേഷം. ബഅദ ഇദ് ജാഅകും അത് നിങ്ങൾക്ക് വന്ന സമയത്തിന് ശേഷം. ജാഅകും എന്ന് പറഞ്ഞാൽ ജാഅകുമുൽ ഹുദ, സന്മാർഗം നിങ്ങൾക്ക് വന്നു. ഇദ് ജാഅകും ആ വന്ന സമയം, അതിനപ്പുറം നിങ്ങളെ ഞങ്ങളാണോ തടഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാകുമായിരുന്നു എന്ന് ദുർബലർ അഹങ്കരിച്ചവരോട് പറയുമ്പോൾ അഹങ്കരിച്ചവരുന്നവർ പറയുന്നതാണ് ദുർബലരോട് സന്മാർഗത്തിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന്
ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞത്? ബാദ ഇജാഅക്കും, ആ സന്മാർഗം നിങ്ങൾക്ക് വന്നതിൽ പിന്നെ. അവിടെ തർക്കം നടക്കുന്നറില്ലേ? ആ തർക്കത്തിൻ്റെ വരിയാണത്. അപ്പോൾ എന്നിട്ട് ഇവർ തന്നെ പറയാണ് ബൽ, അങ്ങനെയല്ല, ഞങ്ങൾ സന്മാർഗത്തിൽ നിങ്ങളെ തടഞ്ഞതല്ല. ബൽ പ്രത്യുത കുൻതും മുജ്രിമീൻ, പ്രത്യുത കുൻതും മുജ്രിമീൻ, കുൻതും നിങ്ങളായിരുന്നു എന്താ മുജ്രിമീൻ, മുജ്രിമൂൻ. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, കുറ്റത്തിൽ അകപ്പെട്ടവൻ. അജ്റമ, ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂന പറഞ്ഞു. അജ്റമു. ബൽ കുൻതും നിങ്ങളായിരുന്നു മുജ്രിമീൻ, കുറ്റത്തിൽ അകപ്പെട്ടവർ, കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടവർ. അതാണ് പ്രശ്നം. ഞങ്ങൾ നിങ്ങളെ തടഞ്ഞല്ല, നിങ്ങൾ കുറ്റവാളികളായതാണ് പ്രശ്നം. രണ്ടുകൂട്ടർ ഒരുപോലെയാണ്. ആ തർക്കഭൂമിയിൽ രണ്ടുകൂട്ടർ ഒരുപോലെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ തർക്കം ഒരു ഫായിദല്ലാത്ത തർക്കമാണ്. പിന്നെ അവർ പിന്നെ അന്യോന്യം തർക്കിക്കും. അത് അവരുടെ അഭിമാനത്തിൻ്റെ മറ്റൊരു മുഖം എന്നുള്ളത് അവിടെ നടക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ കാലേ കൂട്ടി അറിയിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. മുജ്രിം ഒരു കവിത ഉണ്ടല്ലോ, ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു എന്നുണ്ട്. അള്ളാഹിനോട് ഒരു കവിത അതിൽ പറയാണ്, ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ, അള്ളാഹുവെ സുഹൃതം ചെയ്തവർ, നന്മ ചെയ്തവർ മാത്രമാണ് നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എങ്കിൽ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു, ഒരു മുജ്രിം കുറ്റവാളി അവൻ ആരിലാണ് അഭയം തേടുക, ആരെയാണ് ആശ്രയിക്കുക എന്ന് ചോദിക്കുന്നത് അല്ലേ. ഇമാം ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ ഒരു മഹാസംഭവം കൊടുക്കുന്നുണ്ട്. അതിലുള്ള ഒരു വരിയാണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൊക്കെ വലിയൊരു പാടാനുള്ളൊരു സംഭവമാണ്. അബ്ബാസി ഖിലാഫത്തിൽ അന്നത്തെ അബ്ബാസി കവികളിൽ, രാജകൊട്ടാരത്തിൽ അംഗീകൃതമായ കവികൾ അല്ലെങ്കിൽ രാജാക്കന്മാരാൽ അംഗീകരിക്കപ്പെട്ട കവികളിൽ ഒരു പ്രധാനിയായിരുന്നു അബു നവാസ്, അബു അലി അൽ ഹസൻ ഇബ്നു ഹാനി ഇബ്നു അബ്ദുൽ അവൽ എന്ന് പറയുന്ന കവി. ഈ അബു നവാസ് ഭയങ്കര നല്ല ഭാവനയാണ്, നല്ല കവിയാണ്. പാടിയതുണ്ട്, കവിത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കൽബിനെ തറക്കും. ഭയങ്കര നല്ല കവിയാണ്. എത്രമാത്രം പിന്നെ അയാളുടെ ഒരു കവിതയാണ്, അത് കേട്ടാൽ അറിയാം ഞങ്ങൾക്ക് എത്ര അയാളുടെ ബടക്ക് എന്നുള്ളത്. ദഇൽ മസാജിദ ലിൽ ഉബാദി തസ്കുനുഹ വത്തുഫ് ബിന ഹൗല ഖമ്മാരി ലിയസ്ഖീന എന്നാണ്. മാ ഖാല റബ്ബുന വൈലുൻ ലിമൻ സകറ വലാകിന്നഹു ഖാല വൈലുൻ ലിൽ മുസല്ലീന എന്നാണ്. എന്താ പറഞ്ഞത്? ദഇൽ മസാജിദ ലിൽ ഉബാദി തസ്കുനുഹ, മസ്ജിദൊക്കെ ഉബാദിന് താമസിക്കാൻ വിട്ടേക്ക്. അതായത് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മസ്ജിദൊക്കെ കൊടുക്ക്. വത്തുഫ് ബിന ഹൗല ഖമ്മാരിൻ ലിയസ്ഖീന എന്നാണ്. നമ്മളെ ഖമ്മാറിൻ്റെ പരിസരത്തിലൂടെ കൊണ്ടുപോകാൻ പറയാണ്. ഖമ്മാർ എന്ന് പറഞ്ഞാൽ കള്ളുചാപ്പ്. ലിയസ്ഖീന നമുക്ക് കുടിച്ച് കഴിയാൻ. എന്നിട്ട് പറയാണ് മാ ഖാല റബ്ബുന വൈലുൻ ലിമൻ സകറ, നമ്മുടെ റബ്ബ് ഒരിക്കലും കള്ളു കുടിച്ച് ലഹരി ബാധിച്ചവന് വൈൽ, നാശം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ വലാകിന്നഹു ഖാല വൈലുൽ ലിൽ മുസല്ലീന, അള്ളാഹ് പറഞ്ഞത് വൈലുൽ ലിൽ മുസല്ലീനാണ്, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ്. കള്ളുകുടിയന് നാശം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദഇൽ മസാജിദ ലിൽ ഉബാദി തസ്കുനുഹ വത്തുഫ് ബിന ഹൗല ഖമ്മാരി ലിയസ്ഖീന എന്നാണ്. പള്ളി ഉബാദിലായിക്കോട്ടെ, നമുക്ക് കള്ളശാപ്പ് മതി എന്നാണ് മുപ്പര്. ഇങ്ങനെ അതാണ് മുപ്പര് ഒരു കവിതൻ്റെ ഒരു ഉദാഹരണം ഇബ്നു കസീർ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ സംഭവത്തിന് വേണ്ടിയിട്ട്. വേറെയും കുറേ കവിതകളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ. പിന്നെ കാബൻ തവാഫ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരാളും കൊണ്ട് ഒന്നിച്ച് ഹജറുൽ അസ്വദ് ചുംബിച്ച് ആ രംഗമൊക്കെ ഒരു വിശദീകരണം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് തല വെട്ടും. അങ്ങനത്തെ കവിതകളാണ്. ഏതായാലും ഈ കവിത ഇയാൾ പാടിയപ്പം ഖലീഫ ഹാറൂൺ റഷീദ് മുപ്പരുടെ തല വെട്ടാൻ വിരിച്ചു. കാരണം അങ്ങനത്തെ അപകടമല്ലേ പറഞ്ഞത്. അള്ളാഹു വൈലുൽ ലിൽ മുസല്ലീന എന്നാണ് പറഞ്ഞത്. വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ പറഞ്ഞില്ലേ, അലാ കുല്ലീൻ. അതാണ് ആയത്ത് അടർത്തിയെടുത്തിട്ട് പിന്നെ ദുർവ്യാഖ്യാനം. ഹാറൂൺ റഷീദ് തല വെത്താൻ വിരിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, ഉടനെ പിന്നെ കവികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ,
വശുഅറാഉ യത്തബിഹുമുൽ ഗാവൂൻ എന്നിട്ട് അഫിനല്ലേ അലം തറ അന്നഹും ഫി കുല്ലി വാദി യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. കവികൾ യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ ചെയ്യാത്തതാണ് അവർ പറയുക. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു വർത്താനാണ്, ഒരിക്കലും മനസ്സിലോ പ്രവൃത്തിയിലോ ഇല്ല എന്നുള്ളത് ഹാറൂൺ റഷീദിനോട് ഇയാൾ പറഞ്ഞു. അതോടുകൂടി പിന്നെ ഹാറൂൺ റഷീദ് എന്ത് ചെയ്ത് അയാളെ വിട്ട് എനിക്ക് പറഞ്ഞത് ഹിജ്റയുടെ 147 ജനിച്ചിട്ട് 198 അബൂ നവാസ് മരിക്കണം. 198 ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇയാൾ മരിക്കണം 198 ഇമാം ഷാഫി ജീവിച്ചിരിപ്പുണ്ട്. ഇമാം ഷാഫി മരിക്കുന്നത് 205 ഈ അബൂ നവാസ് മരിച്ചപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച് ഇമാം ഷാഫി നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. അത് വലിയൊരിതായി. കാരണം ഇയാളൊരു അറിയപ്പെട്ട കവിയാണ്, പിന്നെ കൊട്ടാരത്തിലും ഒക്കെ അംഗീകരിക്കപ്പെട്ട ആളാണ്. മരിച്ചപ്പോൾ ഇമാം ഷാഫി സമ്മതിച്ചില്ല, ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. ഇമാം ഷാഫി നിസ്കരിച്ചില്ലെങ്കിൽ ആരും നിസ്കരിക്കൂല. അപ്പോൾ പിന്നെ ഇത് എന്നാലും ഇയാളെ മറമാടണമല്ലോ. അപ്പോൾ ഇയാളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചപ്പോൾ വസ്ത്രം അയക്കണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കീസയിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ കവിത, 4 വരി കവിത, അബൂ നവാസിൻ്റെ കവിത അദ്ദേഹം എഴുതിയത്. ആ കവിതയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് യാ റബ്ബി ഇൻ അദമത് ദുനൂബി കസ്റതൻ ഫഅലിംതു അന്ന ഫദ്ലക ഔസഉ ഫഅലിംതു അന്ന അഫ്വക അഅലമു. അതും അങ്ങനെയല്ല അതിൻ്റെത്. ഏതായാലും അതാണ് യാ റബ്ബി ഇൻ അദമത് ദുനൂബി കസ്റതൻ, റബ്ബേ എൻ്റെ കുറ്റങ്ങൾ എത്ര എണ്ണപ്പെരുപ്പമുള്ളതാണ് എങ്കിലും അലിംതു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന അഫ്വക അഅദമു നിൻ്റെ മാപ്പ് അതും വിശാലമാണ് മഹനീയമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെയാണ് ഇത് ഇനി അടുത്ത വരി എന്ത് ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു. നിന്നിൽ പ്രതീക്ഷ മുഹ്സിൻ സുഹൃതം ചെയ്തവർക്ക് മാത്രമാണ് എങ്കിൽ ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റവാളിക്ക് ആശ്രയവും അഭയവും ആരാണ്? എന്നിട്ട് അദ്ദേഹം പിന്നെ പറയുന്നത് യാ റബ്ബി അദ്ഉക കമാ അമർത തദറുഅൻ, റബ്ബേ ഞാനിതാ നിന്നോട് ദുആയിരിക്കുന്നു നീ കൽപ്പിച്ചതുപോലെ ഭവ്യമായി വിനയാനിതമായി. വഇദാ റദത്ത യദി ഫമൻ ലാ യർഹമു, ഞാനിതാ നീ കൽപ്പിച്ചതുപോലെ വിനയപുരസ്സരമായിട്ട് നിന്നോട് ദുആ ചെയ്യുന്നു. വഇദാ റദത്ത യദി എൻ്റെ കൈ നീ മടക്കിയിട്ടുണ്ട് എങ്കിൽ ഫമൻ ലാ യർഹമു ആരാണ് കരുണ കാണിക്കാനുള്ളത്? ഫമ ലി ഇലൈക വസീലത്തുൻ ഇല്ല റജ വജമീലു അഫ്രിക സുമ്മ ഇന്നി മുസ്ലിമു. ഒക്കെ ഈ വരികൾ ഭയങ്കര അർത്ഥവത്തായ വരികയാണ്. റബ്ബേ എനിക്ക് നിന്നിലേക്ക് ഒരു വസീലയില്ല ഇല്ല റജ, നിന്നിൽ നല്ല പ്രതീക്ഷ പുലർത്തുക എന്നുള്ളതല്ലാതെ. പിന്നെ വജമീലു അഫ്വിക് നീ മഹനീയമായി ഭംഗിയാർന്ന നിലക്ക് മാപ്പ് നൽകുന്നവനാണ്, അത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. സുമ്മ ഇന്നി മുസ്ലിമു, പിന്നെ ഞാനൊരു മുസ്ലിമുമാണ്, അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് ആ 4 കവിതയിൽ അവസാന ഭാഗം. ഈ കവിത കിട്ടിയപ്പോൾ ഇമാം ഷാഫി കൊണ്ടേ കൊടുത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കുറേ കരഞ്ഞു എന്നാണ്. കുറേ കരഞ്ഞു. എന്നിട്ട് പിന്നെ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇമാം ഷാഫിയുടെ നേതൃത്വത്തിൽ അബൂ നവാസിനെ ജനാസ സംസ്കരിച്ചു എന്നുള്ളതാണ് ചരിത്രം ബഗ്ദാദിൽ. അല്ലാഹുമ്മ അർഹമൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യാ അല്ലാഹ് വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അലാ കുല്ലി അവിടെ ആ ഒരു പ്രയോഗം ഞാൻ ആ കവിത വായിച്ചതേ ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു എന്നാണ്. ഒരു നല്ലത് ചെയ്തവൻ മാത്രമാണ് നിന്നിൽ പ്രതീക്ഷിക്കാൻ അവകാശമുള്ളത് എങ്കിൽ ഒരു മുജ്രിം കുറ്റവാളി അവൻ ആരെ ആശ്രയിക്കും, ആരിൽ അഭയം തേടും? അല്ല ഭയങ്കര പിന്നെ അർത്ഥവത്തായ വരി. വഅദഊക കമാ അമർതനി തദറുഅൻ വഇദാ റദത്ത യദി ഫമൻ ലാ യർഹമു. എന്താ ഭംഗിയുള്ള ആശയങ്ങളുള്ള വരികളാണ്. അലാ കുല്ലിൻ മുജ്രിം എന്ന് പറഞ്ഞാൽ ജുർമിൽ എത്തിപ്പെട്ടവൻ, അജറമ എന്ന് പറഞ്ഞാൽ അതാണ് കുറ്റത്തിൽ അകപ്പെട്ടവൻ. ഇപ്പോൾ ഈ സഹ്റ എന്ന് പറഞ്ഞാൽ മരുഭൂമി, അസ്ഹറ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ എത്തിപ്പെട്ടവൻ, അതേപോലെ ജുർമിൽ എത്തിപ്പെട്ടവൻ. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടവൻ. ഇവിടെ قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم. അഹങ്കരിച്ചവർ ദുർബലരോട് പറയും സന്മാർഗം വന്നെത്തിയതിന് ശേഷം നിങ്ങളെ ഞങ്ങളാണോ തടഞ്ഞത്? അല്ല ഒരിക്കലും. ബൽ പ്രത്യുത കുൻതും മുജ്രിമീൻ, നിങ്ങൾ കുറ്റകൃത്യത്തിൽ അകപ്പെട്ടവരായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം എന്ന് അവിടെ ഇവർ പറയും. അപ്പോൾ ഇനി വഖാല الذين استضعفوا للذين استكبروا ബൽ മക്റുൽ ലൈലി വന്നഹാർ ഇത്തഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാഹ്
വനജഅല ലഹു അൻദാദ വഅസറു الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون وقال الذين استضعفوا ദുർബലരായി ഗണിക്കപ്പെട്ടവർ പറയും ലില്ലദീന ഇസ്തക്ബറു അഹങ്കരിച്ചിരുന്നവരോട് ബൽ മക്റുൽ ലൈലി വന്നഹാർ ഇത്തഅമുറൂനന. എന്താ അവിടെ ബൽ? എന്നാൽ ഈ ദുർബലർ പറയാണ്, അവരുടെ ഭാഷ പറയാണ്, അവരുടെ ഭാഗം പറയാണ്. എന്നാൽ സംഭവിച്ചത് എന്താ? മക്റുൽ ലൈലി വന്നഹാർ. എന്താ മക്റുൽ ലൈലി വന്നഹാർ? മക്ർ എന്ന് പറഞ്ഞാൽ തന്ത്രം. അല്ലൈലി വന്നഹാർ രാവും പകലും. മക്റുൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലും പകലിലും ഉള്ള തന്ത്രം. ഇത് തഅമുറൂനന, തഅമുറൂൻ നിങ്ങൾ കൽപ്പിക്കുന്നു, തഅമുറൂനന നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നു, ഇത് തഅമുറൂനന നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്ന സമയം. ഇവിടെ ഉദ്ദേശം മക്റുൽ ലൈലി വന്നഹാർ ഇത് തഅമുറൂനന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലും പകലിലും തന്ത്രം പ്രയോഗിച്ചു ഞങ്ങളോട് കൽപ്പിച്ച ആ സമയങ്ങളിൽ, ആ സമയത്ത്. ഈ അഹങ്കാരികൾ രാപ്പകലുകളിൽ തന്ത്രം പ്രയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ദുർബലരോട് കൽപ്പിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മക്റുൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും തന്ത്രം പ്രയോഗിച്ചു നടത്തണമെങ്കിൽ എന്താ ഇതിന് ഉദ്ദേശം? നിത്യമായിട്ട് അവർക്ക് പണി ഇതായിരുന്നു. ഈ അഹങ്കാരികൾക്ക് പണി സദാസമയം തന്ത്രം പ്രയോഗിക്കുക. എന്തിന്? ഈ ദുർബലരെ അവരുടെ വശത്താക്കാൻ, അവരോട് കൽപ്പിച്ചിട്ട് അവരുടെ ആജ്ഞാനുവർത്തികളാക്കാൻ. അതാണ് ഇത്തഅമുറൂനന നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ച സമയം. നിങ്ങൾ രാവും പകലും തന്ത്രം പ്രയോഗിച്ചു. എന്തിന് തന്ത്രം പ്രയോഗിച്ചു? അൻ നക്ഫുറ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കാൻ. വനജഅല ലഹു അൻദാദ, ആ അള്ളാഹുവിന് ഞങ്ങൾ സമന്മാരെ നിശ്ചയിക്കാൻ. അൻദാദ് നിദ്ദുൻ, അൻദാദ് നിദ് പറഞ്ഞാൽ നദീർ, തുല്യൻ, നദീർ, നദീർ നുദറ, നിദ് അൻദാദ് സമന്മാർ. വനജഅല ലഹു അൻദാദ, ആ അള്ളാഹുവിന് ഞങ്ങൾ സമന്മാരെ ഉണ്ടാക്കുവാനും അൻ നക്ഫുറ ബില്ലാഹ്, അള്ളാഹുവിൽ ഞങ്ങൾ അവിശ്വസിക്കാനും ഞങ്ങളോട് കൽപ്പിച്ചിരുന്ന സമയം രാപ്പകലുകൾ നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചതിനു വേണ്ടി. വഅസറു الندامة لما رأوا العذاب, ഇതൊക്കെ അവരുടെ തർക്കത്തിൻ്റെ ഭാഗാട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അവരെ മൊത്തത്തിൽ പറയാണ്. വഅസറു الندامة, എന്താ നദാമ? എന്താണ് നദാമ അറിയാം? ഒരു ഹദീസിലില്ലേ, അവ്വലുഹ നദാമ വ ഔസതുഹ ഗറാമ വ ആഖിറുഹ ഖിസ്യുൻ വ അദാബുൻ യൗമൽ ഖിയാമ. ഇതിനെക്കുറിച്ച് പറഞ്ഞ് ചില റിപ്പോർട്ടിൽ അവ്വലുഹ മലാമ ഔസതുഹ നദാമ. എന്തിനെക്കുറിച്ച് ഈ പറഞ്ഞത്? വ ആഖിറുഹ അദാബുൻ യൗമൽ ഖിയാമ. നിസ്സാസമതങ്ങൾ പറഞ്ഞ ഭയങ്കര വിഷയമല്ലേ ഇത്? ഇതെന്താ? ഇമാറത്ത്. ഇമാറത്ത് എന്താ? നേതൃത്വം. നേതൃത്വം. തങ്ങൾ നേതൃത്വത്തെക്കുറിച്ച്, ഇമാറത്തിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഇമാറത്തിന് കൊതിക്കാൻ പാടുള്ളതല്ല. ഇമാറത്തിൻ്റെ ഇപ്പോൾ ഭരണ നേതൃത്വമാകട്ടെ, ഇനി ഏതെങ്കിലും നേതൃത്വമാകട്ടെ, അതിൻ്റെ തുടക്കം അവ്വലുഹ നദാമ വ ഔസതുഹ ഗറാമ. ഗറാമ എന്താ? എന്തിനാ ഗറാമ അറിയാം? ഫൈൻ. വാഹിറുഹ അതിൻ്റെ ഒടുക്കം അദാബുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിലെ അദാബാണെന്നാണ്. ചിലതിൽ അവ്വലുഹ മലാമ. മലാമ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷേപ. നേതാക്കന്മാരെ ഇനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റം ബാക്കിയാകുക. ഒരു പുതിയ ആക്ഷേപം കുറ്റവും ബാക്കിയാകാം. അവ്വലുഹ മലാമ ഔസതുഹ നദാമ, വിരലടിക്കും, ഖേദം പ്രകടിപ്പിക്കും. വാഹിറുഹ അദാബുൻ അല്ലെങ്കിൽ ഖിസ്യുൻ യൗമൽ ഖിയാമ. റസൂൽ പറഞ്ഞു ഇല്ലാ മൻ അദൽ. ഇല്ലാ മൻ അദൽ എന്ന് പറഞ്ഞാൽ എന്താ? നീതി പാലിച്ചവർ ഒഴികെ. നീതി പാലിച്ചവർ ഒഴികെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈഫ യഅദിലു മഅൽ അഖാരിബ്. കൈഫ യഅദിലു മഅൽ അഖാരിബ്, അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരിക്കെ എങ്ങനെ നീതി പാലിക്കും? നദാമ. ഇവിടെ അസറു നദാമ എന്നാണ് എന്താ? അവർ അസറു എന്നാണ് എന്താ? അവർ ഒതുക്കും, രഹസ്യമാക്കും. നദാമ ഖേദം. ഇതെവിടെ എവിടെ ഇപ്പോൾ ഈ ഖേദപ്രകടനം? ഇവിടെ പരലോകത്തിൽ പഠിച്ചവൻ്റെ മുമ്പിലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ. വഅസറു നദാമ, അവർ ഈ തർക്കവും ഒക്കെ നടത്തും. പക്ഷേ എല്ലാവരും വഅസറു നദാമ, ദുർബലരും അവഗണിക്കപ്പെട്ടവരും നിഗളിച്ചവരും ഒക്കെ വഅസറു നദാമ, ഉള്ളിൽ അവർ
ഖേദം അമർത്തും. എപ്പോൾ? ലമ്മ റഔൽ അദാബ്, അവർ ശിക്ഷ കാണുമ്പോൾ അവർ നദാമത്തിനെ ഒതുക്കുമെന്നാണ്. അസറ എന്ന ക്രിയക്ക് വേറൊരു അർത്ഥമുണ്ട്, മനസ്സിലായി? സറ എന്ന് പറഞ്ഞാൽ അതിന് നമ്മളെന്ത്, സറ എന്ന് പറഞ്ഞാൽ എന്താ? സറ എന്ന് പറഞ്ഞാൽ രഹസ്യം. സറ എന്ന് പറഞ്ഞാൽ രഹസ്യം കേട്ടോ, രഹസ്യമാക്കി. ഇതിനു മുമ്പിൽ വന്നാലുണ്ടല്ലോ, ചില ക്രിയകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം നേരെ വിപരീത അർത്ഥമാവും. അപ്പോൾ സറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി, അസറ എന്ന് പറഞ്ഞാൽ പരസ്യമാക്കി. അസറ എന്ന് രഹസ്യമാക്കി എന്നുള്ളതിന് അർത്ഥമുണ്ട്. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും? അസറ എന്ന് പറഞ്ഞാൽ പരസ്യമാക്കി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ശിക്ഷ കാണുമ്പോൾ അവരുടെ വിഷമമുണ്ടല്ലോ, അതുവരെ മനസ്സിലുണ്ടായിരുന്ന വിഷമം, അതിനവരെന്ത് ചെയ്യും? പരസ്യമാക്കും. രണ്ട് നിലക്കും അതിനർത്ഥം പറയാം. അതൊരു വൈരുദ്ധ്യമല്ല. ഇതാണ് അറബി ഭാഷേൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇതൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ. ഈ മുറൂറിൻ്റെ ഉണ്ടല്ലോ, നമ്മൾ ലൈസൻസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മുറൂറിൻ്റെ ഇതുണ്ടല്ലോ, ഒരു ഗൈഡ് ഉണ്ടല്ലോ, ആ ഗൈഡിലുണ്ട് പിന്നെ സിഗ്നൽ പച്ചയാണെങ്കിൽ എന്താ? സിർന്നാണ് അല്ലേ? എന്താ സിർന്ന് പറഞ്ഞാൽ പോകാനാണ്. പക്ഷേ അതിൽ ആ തർജ്ജമ ചെയ്തിരിക്കണ രഹസ്യം എന്നാണ്. സിഗ്നൽ പച്ചയാണെങ്കിൽ രഹസ്യം. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിൾ തർജ്ജമയാണത്. അവരിതല്ല നോക്കുക. ഞാൻ ഇവിടെ എനിക്കത് പരിശോധിക്കാൻ കിട്ടിയപ്പോൾ അതിൽ കണ്ടതാണ് ഞാൻ. അള്ളാഹ് പറയാണ് വജഅൽനൽ അഗ്ലാല ഫി അനാഖിൽ ലദീന കഫറു. അള്ളാഹ് പറയാണ് നാം ആക്കി തീർക്കും. എന്തിനെ? അൽ അഗ്ലാലിനെ. ഗില്ലുൻ അഗ്ലാൽ എന്ന് നമുക്ക് വന്നാണല്ലോ. ഗില്ല് എന്താ? എവിടെ വന്ന അഗ്ലാൽ? എവിടെ വന്നു? യാസീൻ്റെ തുടക്കത്തിൽ അഗ്ലാലും ഫഹും മുഖ്മഹൂൻ അല്ലേ? അഗ്ലാൽ എന്ന് പറഞ്ഞാൽ അതാണ് കയ്യാമം. കഴുത്തിലേക്കുള്ള കയ്യാമത്തിനാണ് പറയുക. കഴുത്തിൽ ബന്ധിക്കപ്പെടുന്ന കയ്യാമത്തിനാണ് അഗ്ലാൽ എന്ന് പറയുക. ഗില്ലുൻ അഗ്ലാൽ. വജഅൽനൽ അഗ്ലാല നാം കയ്യാമങ്ങളെ ആക്കും ഫി അനാഖിൽ ലദീന കഫറു അവിശ്വസിച്ചവരുടെ അനാഖിൽ ഉനുഖ് പെരടി കഴുത്തിൽ അവിശ്വസിച്ചവരുടെ കഴുത്തുകളിൽ നാം അഗ്ലാലിനെ ആക്കും. ഉണ്ടാ അല്ലദീന കഫറു അവിശ്വസിച്ചവർ. അല്ല ആര് പെട്ടു? അല്ലദീന ഇസ്തക്ബറു. പിന്നെ ആരും പെട്ടു? അല്ലദീന ഇസ്തുദ്ഇഫു. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ് ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. അവർ പ്രതിഫലം നൽകപ്പെടുമോ എന്നാണ്. ഹൽ യുജ്സൗൻ ഇല്ലാ മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനല്ലാതെ, അവരുടെ പ്രവൃത്തി എന്തായിരുന്നോ അതിനല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഓരോരുത്തർക്കും തങ്ങളുടെ ചെയ്തികൾക്കുള്ള പ്രതിഫലമാണ് ഉള്ളത് എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഈ ആയത്തുകൾ നമ്മളോട് പറയുന്ന വിഷയം പരലോക കോടതിയിൽ നേതാക്കന്മാരും അനുയായികളും അല്ലേ ഒരുപോലെയാണ്. വഴി പിഴപ്പിച്ചവരും വഴികേടിന് വിധേയരായിട്ട് പതിതരായവരും ഒരുപോലെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അവിടെ ഓലാണ് ഞങ്ങളെ പേപ്പിച്ചത് എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അള്ളാഹിൻ്റെ കോടതിയിൽ അതിനൊരു പരിഗണനയില്ല. റബ്ബന ഇന്നന അതഅന സാദതന വകുബറാഅന ഫഅദല്ലൂന സബീൽ റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബ് എന്നൊക്കെ പറയും. റബ്ബേ ഞങ്ങളുടെ സാദാത്തിനെ, അതേപോലെ തന്നെ ഞങ്ങളുടെ കുബറ പ്രമാണിമാരെ ഒക്കെ ഞങ്ങൾ അനുസരിച്ചു പോയി. റബ്ബന തന സാദതന കുബറാന ഫഅദല്ലൂന അനി സബീൽ, അവരാണ് സന്മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചത് എന്ന് പറയും. അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ശിക്ഷ അവർക്ക് മാത്രമല്ല നൽകുക. ഈ വാദമൊന്നും അവിടെ ജയിക്കൂല. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന ഇത്തബഉ. എന്താ ഇത്തബറ അല്ലദീന തുബിഉ, പിന്തുടരപ്പെട്ടവർ, അവരാണ് നേതാക്കന്മാർ, അവരാണ് പിന്നെ ഈ സാദാത്ത്. പിന്തുടരപ്പെട്ടവർ പിൻവാങ്ങും, കൈയൊഴിയും. മിനല്ലദീന ഇത്തബഉ, പിൻപറ്റിയവരിൽ നിന്ന്, അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ പിൻവലിയും, ഒഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന ഇത്തബഉ എന്നുള്ള വിഷയം.
അള്ളാഹു കേട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നേതാക്കന്മാരാണ്, അനുയായി പ്രമാണിമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്ന എല്ലാതും അലക്ഷ്യമായി അന്ധമായി വിഴുങ്ങുന്ന അനുകരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാ പരാജയമാണ്, അപകടമാണ്. അള്ളാഹിൻ്റെ അടുക്കൽ അത് ഒരിക്കലും വില പോവില്ല എന്നുള്ളതാണ് അത്തരം വാദങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കിയിൽ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅ്വ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.